ഹായ് നമസ്കാരം, ഞാൻ സതീഷ്, ഒരു പ്രവാസിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. കാരണം കൊറോണ ആയതുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ പുറത്ത് പോകുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. ഇപ്പോൾ തന്നെ 2 മാസമായി ജോലിയെല്ലാം നഷ്ടപ്പെട്ട് റൂമിലിരിപ്പാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രവാസി സ്റ്റൈൽ ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സബോള, 2 ചെറിയ തക്കാളി, 4-5 പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉരുളക്കിഴങ്ങ് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ബീഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യുണ്ട്. സാധാരണ രീതിയിൽ പച്ചക്കായാണ് നമ്മൾ ഇടുന്നത്. കായം ബീഫുമാണ് നല്ല കോമ്പിനേഷൻ. പക്ഷേ ഇപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് കായ വാങ്ങിയിട്ടില്ല, ഉരുളക്കിഴങ്ങാണ് ഇടുന്നത്. ബീഫ് ഇവിടെ ചെറുതായി നുറുക്കി കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരു ശകലം. കാരണം വെള്ളം സാധാരണ ആരും ഒഴിക്കാറില്ല, അത് അടി പിടിക്കുമെന്ന് എനിക്കൊരു പേടി, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ കറി വയ്ക്കാനുള്ള ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം 1 നുള്ള് ജീരകം അതിലിട്ട് കൊടുക്കുക. ജീരകം ഒന്ന് മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തമ്മിലുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് എണ്ണയിൽ ഇട്ടിട്ട് നമുക്കതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വേപ്പിലയും പച്ചമുളകും ഈ സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അടി പിടിക്കില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാവുന്നത്. ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സവോള അതിലിടാം. സവോള ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് ഇതായി കിട്ടും. അതിന് വേണ്ടി കുറച്ച് ഉപ്പിടാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. സവോള നന്നായി വാടുന്നവരെ മെല്ലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ ചെറുതായിട്ട് തന്നെ വയ്ക്കുക. സവോള അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞളിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുരുമുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്, അതുകൊണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഈ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ആ ഒരു കുത്ത് മണം, ഒരു വറവ് മണം വരണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. മുളകും മല്ലിയും നമ്മുടെ സവോളയും എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായി ഇളക്കി നല്ലൊരു പേസ്റ്റ് പരുവായി എടുക്കാം. നേരത്തെ നമ്മൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നുറുക്കി വെച്ചിരുന്നു, ഈ ബീഫിലെ നെയ്യ് ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുമ്പോൾ ചെറുതായി അത് ആവിയിൽ നന്നായി വെന്ത് കിട്ടും. ചെറിയൊരു ഫ്രൈ പോലെ ആവും ചെയ്യും, ഉടഞ്ഞു പോവില്ല അങ്ങനെ. സാധാരണഗതിയിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്ഥാനത്ത് നമ്മൾ പച്ചക്കായാണ് ഇടുക. നേന്ത്രക്കായ, അതേപോലെ പൊണ്ണങ്കായ എന്നൊക്കെ പറയുന്ന പച്ചക്കായ ഇടുക. ഈ കായും ബീഫുമാണ് നല്ല കോമ്പിനേഷൻ.
ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. അപ്പോൾ കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് അതിൽ എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ മസാലയെല്ലാം നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ്, മുളക്, മറ്റ് മസാല എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം പാകത്തിനാണോ നോക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നന്നായി മസാല ബീഫിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ എല്ലാ മസാലകളും ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. നോക്കിയായിരുന്നു, വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയുടെ അവസാന ഘട്ടമാണിത്. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് അടച്ചു വയ്ക്കാം. എന്നിട്ട് നേരെ ഹോട്ടലിൽ പോവുക, പൊറോട്ട വാങ്ങുക, ബീഫും പൊറോട്ടയും കൂടി ഒരു പിടുത്താണ്ട് പിടിക്കുക. അതാണ് ഇന്നത്തെ പ്ലാന്.